ഈ മംസ് രോഗം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവെ മിക്ക കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് അല്ലേ? മംസ് അഥവാ മുണ്ടുനീര്, മുണ്ട് വീക്കം എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അതായത് കുട്ടികളിൽ ശക്തമായിട്ടുള്ള പനിയും ഉണ്ടാവും, ചില സമയത്ത് ചുമയുണ്ടാവും, ശരീരവേദന, തലവേദന, ഛർദിലും വിശപ്പില്ലായ്മയും ഉണ്ടാവും. 1-2 ദിവസത്തിനകം തന്നെ അവർക്ക് അവരുടെ ചെവിയുടെ 2 വശത്തും നല്ല വേദനയുണ്ടാവും. പതിയെ ചെവിയുടെ താഴെ, അതായത് നമ്മുടെ ഇവിടെയുള്ള പരോട്ടിഡ് ഗ്ലാൻഡിന്റെ അവിടെയായിട്ട് ചെറിയൊരു വീക്കം പോലെ തുടങ്ങി നല്ല ഒരു സ്വെല്ലിങ്, നീര് പോലെ വെക്കും. ഇതിനെയാണ് നമ്മൾ മുണ്ടുനീരെന്ന് പറയുക. ചില കുട്ടികളിൽ ഒരു സൈഡിൽ മാത്രം വരും. അത് ഒരു 48-72 hours ശേഷം മറ്റേ സൈഡിലോട്ടും കൂടി ആവും. അപ്പോൾ പതിയെ അത് 2 വശത്തും ആവാറുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ മുണ്ടുനീരെന്ന് പറയുന്നത്. ഇങ്ങനെ മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ മംസ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളിലാണ്, അല്ലെങ്കിൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലും ചില സമയങ്ങളിൽ കണ്ടുവരാറുണ്ട്. മംസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു 5 ദിവസത്തിന് ശേഷം, നീര് തുടങ്ങി ഒരു 5 ദിവസത്തിന് ശേഷമേ ഈ നീര് പതിയെ താഴുള്ളൂ, പതിയെ അത് കുറയത്തുള്ളൂ. എങ്കിൽ തന്നെ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ നീര് വലിഞ്ഞു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടീനെ ഈ ഒരു നീര് വന്ന്, മുണ്ടുനീര് വന്ന് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 10 ദിവസം നമ്മൾ സ്കൂളിൽ വിടരുതെന്ന് മാത്രമല്ല, അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരുമായിട്ട് നമ്മൾ പരമാവധി കോണ്ടാക്ട് ഒഴിവാക്കണം. കാരണം ഇത് മംസ് എന്ന് പറയുന്നത് പകരുന്ന ഒരു രോഗമാണ്. മറ്റുള്ളവരിലേക്ക് കുട്ടികളുടെ ഡ്രോപ്ലെറ്റ് വഴി, അല്ലെങ്കിൽ അവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ വായിന്ന് വരുന്ന ഒരു സലൈവയിൽ നിന്ന് ഈ ഒരു രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസം നമ്മൾ സ്കൂളിൽ വിടാണ്ടിരിക്കുക. പിന്നെ ഈ മംസ് സാധാരണയായിട്ട് ഒരു 2 ആഴ്ചയോളം എടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും പതിയെ അതങ്ങ് നീര് വലിഞ്ഞ് മാറിപ്പോവാറാണ്. മിക്ക കുട്ടികളിലും കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ, മംസ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് ചില കുട്ടികളിൽ മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് പോലെയുള്ള റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലൊന്ന് ശ്രദ്ധിക്കുക. കുട്ടിക്ക് തലവേദന, ശക്തമായിട്ടുള്ള തലവേദന കുട്ടി പറയുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് ഫിറ്റ്സ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, നടക്കുമ്പോൾ വേയിച്ച് നടക്കുക, അല്ലെങ്കിൽ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും കണ്ണിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫോട്ടോഫോബിയ ഉണ്ടാവുക, കഴുത്തിന് വേദന വരിക, കഴുത്തിന് വല്ലാണ്ട് സ്റ്റിഫ്നെസ് തോന്നുക, നട്ടെല്ലിന് സ്റ്റിഫ്നെസ് തോന്നുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഡോക്ടറിനെ കാണണം. അതുകൂടാണ്ട് മംസ് ഉള്ള കുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് വയറുവേദന വരുന്നുണ്ടോ എന്നുള്ളത്. ഈ മംസിന് നമ്മുടെ പാൻക്രിയാസിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക്. പാൻക്രിയാറ്റൈറ്റിസിന്റെ ലക്ഷണമായിട്ട് വരുന്നത് ശക്തമായിട്ടുള്ള വയറുവേദനയായിരിക്കും. അതുപോലെ കുട്ടികളുടെ മൂത്രം ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ കൃത്യമായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടോ, മൂത്രത്തിൽ കൂടി ബ്ലഡ് പോകുന്നുണ്ടോ, മൂത്രം വളരെ കുറവാണോ പോകുന്നത്, അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. കുട്ടികളുടെ കൈകാലുകളിൽ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമൊക്കെ നീര് വെക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. കാരണം മംസ് വൈറസ് കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. ചില കുട്ടികളിൽ വളരെ റെയർ ആയിട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഒരു പ്യൂബർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൺകുട്ടികളിലാണെങ്കിൽ അവരുടെ ടെസ്റ്റിസിനെ മംസ് വൈറസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ടെസ്റ്റിസിന് ഭയങ്കരമായിട്ടുള്ള വേദന വരും, വൃഷണങ്ങളിൽ ശക്തമായിട്ടുള്ള വേദന വരും. അപ്പൊ അങ്ങനെയുള്ള കേസിലും എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോകണം. അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ഓവറീനെ അഫക്റ്റ് ചെയ്തിട്ട് ഊഫറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലമേഷൻ മംസ് വൈറസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷണമായിട്ടും വരുന്നത് ശക്തമായിട്ടുള്ള, നമ്മൾ മെൻസസ് ആവുമ്പോൾ പോലെ വരുന്നത് പോലെയുള്ള അടിവയറുവേദന വരും. സോ അങ്ങനെയുള്ള കേസസുകളിലും നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. പക്ഷേ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം മംസ് വൈറസിൽ വളരെ റെയർ ആയിട്ടാണ് വരുന്നതെങ്കിലും സ്റ്റിൽ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് മംസ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു 5 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം, അവരുടെ പാരൻസിനൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മെഡിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.